കോലാലംപൂർ എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് കോലാലംപൂർ എയർപോർട്ടിൻ്റെ ആ ഒരു ഡിപ്പാർച്ചർ ഗേറ്റിൻ്റെ മുന്നിലെത്തി. കോലാലംപൂരിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഊബറിൽ നമ്മൾ ഗ്രാബ് എടുക്കുമ്പോൾ ഒരു ചൈനീസ് ഡ്രൈവറായിരുന്നു നമ്മുടെ കൂടെ, ആൽഫഡ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം തന്നെയാണ് ഇന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ പോകുന്നത് ബാലിക്കാണ്, ബാത്തിക് എയറിൽ. നമ്മളങ്ങനെ ഇറങ്ങി അടുത്തടുത്തോട്ട് പോവാണ്. ഇതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ നേരെ ബാലി. എല്ലാവർക്കും നമ്മുടെ പുതിയ യാത്രയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇനി അടുത്ത യാത്ര ഇന്തോനേഷ്യ, നേരെ ബാലി. ബസ് സ്റ്റാൻഡിൽ വന്ന പ്രതീതിയാണ്. ഭയങ്കര തിരക്ക്. ഗോഡ്, ഇത് ഭയങ്കര തിരക്ക്. വന്നിരിക്കുന്ന തിരക്ക് കണ്ടിട്ട് എന്താ തിരക്ക് ഇത്! ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. നമ്മുടെ ഫ്ലൈറ്റ് വന്ന് 3:30 ഗോയിങ് ടു ബാലി. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ഏതാണ് ടിക്കറ്റ് കൗണ്ടർ നോക്കണം, എന്നിട്ട് ബോർഡിംഗ് പാസ് എടുക്കണം, ലഗേജ് ഇടണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ബാറ്റിക് എയറില ചൈനീസ് കുട്ടൻ പോതാണ്. നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തു. ഇനിയിപ്പം ഇവിടെ നിൽക്കുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്ന ടെർമിനൽ 1. നേരത്തെ വന്ന എയറേഷ്യ ടെർമിനലല്ല, ഫോറിൻ എയർലൈൻസ് എല്ലാം വരുന്ന മലേഷ്യൻ എയർലൈൻസും അതുപോലെ സൗദി എയർലൈൻസും ഒക്കെ വന്ന് ലാൻഡ് ആവുന്ന ആ എയർപോർട്ടിൻ്റെ ടെർമിനലാണ്. ബാങ്ക് ഇസ്ലാം കറൻസി എക്സ്ചേഞ്ച് പ്ലേസ്. ഇത് ഇവിടുത്തെ ലോക്കൽ ബാങ്കാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഇനി ഇവിടെ ഒരു ഇമിഗ്രേഷൻ വരും. ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലെത്തി. നമ്മളുടെ ബാലി യാത്രയുടെ തുടക്കമാണിത്. മലേഷ്യൻ എയർലൈൻസ് പോകുന്ന അതേ ടെർമിനൽ 1, 2 അതിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെയുള്ള പ്ലേസിലെപ്പോൾ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലാണ്. അവിടെ ലിക്കറിൻ്റെ ഒക്കെ വില കേൾക്കാത്ത പല ലിക്കർ ഇവിടെ കണ്ടിട്ടുണ്ട്. അതായത് 326 റിങ്കറ്റ്, അതായത് റിയാലിന് അനുസരിച്ച് 326. ചൂറ ഇതിന് 370. ഇതെടുത്താൽ 2 എന്തോ എടുത്താൽ ഈ ഒരു ബാഗ് ഫ്രീ. ജോണി വാക്കറൊക്കെ കൊടുക്കുന്ന പോലെ. നമ്മളെന്തായാലും ഒന്നും വാങ്ങുന്നില്ല. അതിന് നേരെ ഇനിയിപ്പം ബാലിയിലോട്ട് പോകുന്നു. 1 ലിറ്റർ എന്തോ ബാലിയിലോട്ട് പോകുന്നവർക്ക്, ഏത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് 1 ലിറ്റർ ഇവിടുന്ന് അലൗഡാണ് അത്ര ഒരാൾക്ക്. സിഗരറ്റ്, ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ട്. മോസ്റ്റ്ലി ഈ ഏരിയ ഇതിൽ മുഴുവൻ ലിക്കേഴ്സാണ്. അടുത്ത ഏരിയ വന്നിട്ട് ചോക്ലേറ്റ്സും അതും ഇതൊക്കെ ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ പെർഫ്യൂം 400, 500, 600 റിയാൽ ആ റേഞ്ചാണ് പ്രൈസ് എല്ലാം. ക്വൈറ്റ് അപ്പർ എക്സ്പെൻസീവ് ആണ്. കാര്യം ബ്രാൻഡും അതുപോലത്തെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട് ഒരു 20,578 റിങ്കറ്റിൻ്റെ ലോഡേജിൻ മാർട്ടൽ എന്ന് പറഞ്ഞിട്ട്. കുറച്ചേ ഉള്ളൂ അതിനകത്ത്, സ്വല്പമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഡിസൈനാണ്.
കുപ്പിയുടെ. അതിന് വില അറൗണ്ട് ഇന്ത്യൻ റുപ്പീസ് പറയുന്ന ഒരു 4.5 ലക്ഷം രൂപ ഈ ഒരു ബോട്ടിലിന്. ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് ജപ്പനീസിലെ സാക്കി മാതിരിയുള്ള ഒരു ഡ്രിങ്കാണ്. ഷോട്ട്സ് അടിക്കുന്നതെന്നാണ് പറഞ്ഞവർ. 2000 റിങ്കറ്റ്, 40,000 രൂപ ഈ ഒരു ബോട്ടിലിന്, ആ ചെറിയൊരു ബോട്ടിലിന്. ഇതൊരു പുതിയ സംഭവം, നമ്മൾ കണ്ടിട്ടില്ല. കോച്ചോ മൗത്തായ് ഇവിടുത്തെ ലോഞ്ച് വന്നാണ്. നമുക്ക് മലേഷ്യൻ എയർപോർട്ടിനുള്ളിലെ ലോഞ്ചാണിത്. നമ്മളിവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണമൊക്കെ കുഴപ്പമില്ലാത്ത നല്ല നൈസ് ഭക്ഷണമാണ്. ഇവിടെ ക്ലോക്ക് റൂം, അതുപോലെ തന്നെ ഷവർ, വാഷ്റൂം, പ്രൈവറ്റ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം കുളിച്ച് ഫ്രഷായി പോകണമെന്നുണ്ടെങ്കിൽ ലോഞ്ചിനകത്ത് കയറിയിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ലോഞ്ചും പ്രീമിയം ലോഞ്ചൂടെ ടുഗദറാണ്. ഈ ഒരു വോളിനപ്പുറം ബിസിനസ് ആൻഡ് ഫസ്റ്റ് ക്ലാസ് ലോഞ്ച്, ഇത് വന്നിട്ട് പ്രീമിയം ലോഞ്ച്. നമുക്ക് ഈ പറയുന്ന പ്രയോറിറ്റി പാസ് അല്ലെന്നുണ്ടെങ്കിൽ കാർഡ് ഫെസിലിറ്റിയൊക്കെ ഉള്ളവർക്ക് അത് കൊടുത്തുകൊണ്ട് അകത്ത് കയറാം. സൗകര്യമുണ്ട്, നല്ല ഭക്ഷണവും നല്ല സെറ്റപ്പുമാണ്, അടിപൊളി. നമുക്ക് 2 മണിക്കൂർ കൂടെ ഉണ്ട് ഫ്ലൈറ്റിന്. അപ്പോൾ എന്തായാലും ഇത് കയറി കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇനി നേരെ ഫ്ലൈറ്റിൽ കയറി ഒന്നിരുന്ന് ഉറങ്ങും. നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ആഫ്റ്റർ 1 അവർ. നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ലോഞ്ചിൽ ഏതാണ്ട് അതേ ലുക്കാണ് ഇവിടെ. ഇതാണ് പ്രീമിയർ ലോഞ്ച്, ഇതാണ് ബിസിനസ് ക്ലാസ് ലോഞ്ച്. പ്ലാസ പ്രീമിയം ലോഞ്ച് ഉണ്ടല്ലേ. നമ്മളിനി നേരെ പോകുന്നത് ബോർഡിങ്ങിന്, ഗേറ്റിൻ്റെ ഭാഗത്തോട്ട് പോവാം. നമ്മുടെ ഗേറ്റിലോട്ട് ബസ്സിൽ പോകണം. നമ്മളങ്ങനെ ലൈനിലെത്തി. ലൈനിലൂടെ നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളങ്ങനെ ബസ്സിൽ കയറി അടുത്ത ഗേറ്റിലോട്ട് പോവാം. ബാറ്റിക് എയർലൈൻസ് കണ്ടമാനം കിടപ്പുണ്ട് ഇവിടെ. ഇത് വേറൊരു ഏരിയയിലെത്തി ബസ് കയറി. ഭയങ്കര വലിയ എയർപോർട്ടാണ് മലേഷ്യൻ എയർപോർട്ട്. ഇറ്റ്സ് എ ഹ്യൂജ് എയർപോർട്ട്. ഇഷ്ടംപോലെ ലോകത്തെ എല്ലാ ബ്രാൻഡും ഇവിടെ ഉണ്ട്. നമ്മൾ നടന്നെത്തത്തില്ല, അതുപോലെ ദൂരമാണ്. C-25 നമ്മുടെ C-17 നിന്ന് മാറിയെന്ന് തോന്നുന്നു. C-25 നമ്മുടെ ഗേറ്റ്. എയർപോർട്ടിൽ എല്ലായിടത്തും കാണാം ഇതുപോലത്തെ മസാജ് ചെയർസ് എല്ലായിടത്തും ഉണ്ട്. അതായത് RM10 for 10 minutes, 10 മിനിറ്റിലേക്ക് 10 റിങ്കറ്റ്. നൈസായിരിക്കും. നമ്മളങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ബാലിക്ക് പോവുകയാണ്. ബാലി എന്ന് പലതവണ പറഞ്ഞ് അവസാനം ബാലിക്ക് പോകുന്നു. This is the place. അങ്ങനെ ഫ്ലൈറ്റിലെത്തി. നമ്മളിപ്പം വന്നിട്ട് ഇനി ഒരു 3.5 മണിക്കൂർ നമ്മുടെ ഇവിടെ നിന്ന് ഫ്ലൈ ഉണ്ട് നേരെ ബാലി. ഇതൊരു ബഡ്ജറ്റ് എയർലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ ഫുഡ് സെർവ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാലി ലാൻഡ് ചെയ്തിട്ട് കാണാം.
നമ്മൾ ഏതാണ്ട് ഒരു 10 മിനിറ്റാകും ബാലി ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മൾ ലാൻഡാവും. നമ്മളങ്ങനെ ഗുസ്തി നഗ്രോറായി എയർപോർട്ടിൽ ലാൻഡഡായി ബാലിയിൽ. Ladies and gentlemen, all transit passengers to Melbourne, please remain seated at your allocated seat. Thank you. ഇനിയിപ്പോൾ ലഗേജൊക്കെ എടുത്ത് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി പോകാമെന്നുള്ളതാണ് അടുത്ത നമ്മളുടെ പരിപാടി. നമ്മുടെ കൂടെയുള്ള ഫാമിലി അടുത്ത 2 ദിവസം കൂടെ ഉള്ളൂ ബാലിയിൽ. അതിനുശേഷം നേരെ നാട്ടിലോട്ട് അവർ പോകും. ഞങ്ങൾ 4 ദിവസം നിന്നിട്ട് നേരെ തിരിച്ച് കോലാലംപൂരിൽ ചെന്നിട്ട് കോലാലംപൂരിൽ നിന്നാണ് പിന്നെ തിരികെ നമ്മൾ സൗദി അറേബ്യക്ക് പോവുക. എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി അകത്തോട്ട് കയറുമ്പോൾ ആദ്യം കാണുന്ന ഒരു മത്സ്യകന്യകയുടെ പോലത്തെ ഒരു അടിപൊളി ഇതുപോലത്തെ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലത്തെ പല പല സ്തൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഇതൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ബാലിയിലെ എയർപോർട്ടും ബാലിയിലെ നഗരങ്ങളിലും ഇതുപോലെ തന്നെ രാമായണത്തിൻ്റെ ഭാഗങ്ങളും അതുപോലെ പല പുരാണ കാര്യങ്ങളും അവർ വലിയ വലിയ പ്രതിമകളുണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇലക്ട്രോണിക് മെഷീൻസാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്ത് സ്വന്തമായിട്ട് കയറി പൊക്കോളുക. പാസ്പോർട്ട് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞ മാനുവൽ കൗണ്ടറിൽ പോകാൻ. നമുക്ക് മാനുവൽ കൗണ്ടറിലോട്ട് പോകാം. ഇതാണ് ഓട്ടോമാറ്റിക് ഇമിഗ്രേഷൻ കൗണ്ടർ. ബാലി ഡ്യൂട്ടി ഫ്രീ ആണിത്. ഇത് പെട്ടിയൊക്കെ എടുക്കാൻ വന്ന് നിൽക്കുന്ന പോർട്ടേഴ്സാണ്. അവർ യൂണിഫോം. ഇതാണ്
ലഗേജ് വന്ന് വീഴുന്ന ബെൽറ്റ്. ഇതേതോ തുർക്കിഷ് എയർലൈൻസിൻ്റെ, നമ്മുടെ ഏതാന്ന് നോക്കണം. ഇവിടെ പ്രൊസീജിയർ വളരെ കുറവായിരുന്നു. അറൈവൽ കാർഡ് എടുത്ത് വേണം വരാൻ 2 ദിവസം മുമ്പേ. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ $30 US$ കൊടുക്കണം ഒരു വിസയ്ക്ക്. അത് കൊടുത്ത് പേ ചെയ്യുന്നു, സിമ്പിളായിട്ട് ഇറങ്ങിപ്പോകുന്നു. ലഗേജ് എല്ലാം വന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവാണ്. കസ്റ്റംസിൻ്റെ എന്തോ ഒരു ഇൻഫർമേഷൻ നമ്മളിവിടെ എല്ലാം ഫില്ല് ചെയ്യണം നമ്മുടെ സെൽഫായിട്ട്. എന്നിട്ട് വേണം ഇവിടെ നിന്ന് നമ്മൾ പോകാൻ. നമ്മൾ ഈ കസ്റ്റംസിൻ്റെ ഇതെല്ലാം ഫില്ല് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് മൂവ് ചെയ്തപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മൾ ഇവിടെ എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സമയം ഇവിടെ ലോക്കൽ ടൈം 8 o'clock ആയി. രാത്രി നേരെ ഇരുട്ടി. അവിടെ എല്ലാം ഉണ്ട് കസ്റ്റംസിൻ്റെ ഇത് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവഴി വെളിയിലോട്ട് ഇറങ്ങും. എവരിവൺ മസ്റ്റ് ഫിൽ കസ്റ്റംസ് ഡിക്ലറേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെൽക്കം ടു ബാലി. ഒരു ബനാനയുടെ വില 30,000 രൂപ, ഒരു വെള്ളത്തിന് 50,000. ഇതിന് 59,000 രൂപ. ആ ഒരു കേക്കിന് 59,000 രൂപ. കടയുടെ മുന്നിൽ ഇതുപോലെ സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതായത് 1 റിയാൽ എന്ന് പറഞ്ഞാൽ 3000 റുപ്പീസ്. നമ്മളങ്ങനെ കറങ്ങി വെളിയിലെത്തി. നമ്മളിപ്പോഴും എയർപോർട്ടിനുള്ളിലാണ്. ഇവിടെ ആൾക്കാരെ വെയിറ്റ് ചെയ്ത ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് വിളിക്കാൻ. നല്ല ക്ലിയർ കാറ്റ്, നല്ല ഒരു ക്ലൈമറ്റ്. മഴ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വന്നിട്ട് ഒരു 2 മണിക്കൂറായി. ഓരോ കസ്റ്റംസിൻ്റെ പേപ്പർ മറ്റേ ഇതെല്ലാം അങ്ങ് സെറ്റാക്കി വന്നപ്പോഴത്തേക്കും 1.5 മണിക്കൂർ അങ്ങ് പോയി. ഇതെന്ത് സാധനം? ഇതൊരു എന്തോ ഒരു ഫ്രൂട്ടാണെന്ന് തോന്നുന്നു. 1.5 ലക്ഷം രൂപ ടാക്സി ഇവിടുന്ന് ഹോട്ടലിലോട്ട്. ഇതായാൽ വിളിക്കുന്നു. വെളിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇളം കാറ്റാണ്. ക്ലൈമറ്റ് വൈസ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ്. നമ്മൾ ഇവിടുന്ന് വന്ന് ടാക്സിക്ക് പേ ചെയ്ത് നമ്മളിവിടെ നിന്ന് നേരെ പോവാണ് കുട്ടാപുരി ബംഗ്ലോ റിസോർട്ട്. ഇവിടെയും നമ്മൾ റെൻ്റ് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നാളെ മുതലാണ്. നമ്മളെ ടാക്സി വന്നു. നമ്മൾ നേരെ ടാക്സിയിലോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ ടാക്സി എടുത്ത് എയർപോർട്ടിന് വെളിയിലോട്ട് ഇറങ്ങി. നല്ല ഇരുട്ടി. ഇപ്പം മഴയുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ അങ്ങോട്ടുള്ള അടുത്ത ഡെസ്റ്റിനേഷൻ അങ്ങോട്ടാണ്. ഇതിൻ്റെ ഈ ഒരു എയർപോർട്ടിൻ്റെ പരിസര ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഭയങ്കരം ഒരു ഇരുളടഞ്ഞ് കിടക്കുന്ന ഒരു ഫീലിംഗ്. കാരണം മഴയും ഉണ്ട്, ഇരുട്ടുകയും ചെയ്തുകൊണ്ട് നമുക്കൊന്നും കാര്യമായിട്ട് മനസ്സിലാകുന്നില്ല. നമുക്കിനിയും നാളെ വരുമ്പോൾ ഇതിൻ്റെ വെട്ടത്തിൽ നല്ല പകൽ വെളിച്ചത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കാണാം. സിറ്റി നല്ലൊരു ബീച്ച് സിറ്റിയാണ് ഈ കുട്ടാപുരി. നമുക്കെന്തായാലും ഇന്നിനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ചെന്ന് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഡിന്നർ വല്ലതും കഴിക്കുക. ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോകുന്നു. നാളെ രാവിലെ മുതലായിരിക്കും നമ്മൾ ബാലി കറങ്ങാൻ പോകുന്നത്. ചെറിയ റോഡാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. കംപ്ലീറ്റ്ലി നാരോ റോഡാണ്. നമ്മുടെ ചില വാരണാസിയിലൊക്കെ പോകുന്ന ആ ഒരു ഭാഗത്തൂടെ പോകുമ്പോഴെങ്ങനെയായിരുന്നു അതുപോലത്തെ ചെറിയ നാരോ റോഡ്. അതിൽ കുറച്ചുകൂടെ വലുപ്പം കാണുമായിരിക്കും. റോഡുകളൊക്കെ ആ ഉള്ളിൽ വളരെ ചെറുതാണ്. നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിലെത്തി കുട്ടാപുരി. സമയം ഇരുട്ടി. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോകണം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം.
ലഗേജൊക്കെ ആയിട്ട് അദ്ദേഹം വരുന്നുണ്ട്. ഇതൊരു അടിപൊളി റൂമാണല്ലോ. റൂം അടിപൊളിയാണ്. ബാത്റൂം സ്റ്റാൻഡേർഡ് ടൈപ്പ് സാധാരണ. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കാണുന്ന ഭാഗങ്ങളാണിത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബീച്ചാണ്. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാനാണ് വന്നത്. ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിൽ പോകും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ ബൈ.